ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിച്ചൂസ് ഗാർഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി ബിഗോണിയയുടെ കോംബോ ആണ് ഇട്ടിരിക്കുന്നത്. 12 വെറൈറ്റി പ്ലാന്റിന് 1000 രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ. നേരിട്ട് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്നെടുക്കാം. നമുക്കും അത് തന്നെയാണ് സന്തോഷം. നേരിട്ട് വന്നെടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ തന്നെ വിത്ത് പോട്ട് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് തന്നയക്കാമല്ലോ, അതാണ് നമുക്ക് സന്തോഷം കേട്ടോ. അപ്പോൾ 12 വെറൈറ്റി ബിഗോണിയ 1000 രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ലോക്കൽ വെറൈറ്റി ആണെന്ന്. ഇതൊക്കെ നല്ല റെയറായിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അഗ്ലോണിമയുടെ ക്രേസുള്ള പോലെ ബൊഗൈൻവില്ലയുടെ ക്രേസൊക്കെ ഉള്ള പോലെ ബിഗോണിയ ഭയങ്കര പാഷനായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. പിന്നെ തുടക്കം പ്ലാന്റ്സ് വാങ്ങണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരുപാട് തുടക്കക്കാരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളൊരു അടിപൊളി പ്ലാന്റ്സ് ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ അത്യാവശ്യം നല്ല റെയറായിട്ടുള്ള വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ 12 വെറൈറ്റിയുടെ പ്ലാന്റ്സിൻ്റെ സൈസ് നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ മഴക്കാലമാണ് ബിഗോണിക്ക് ഏറ്റവും നല്ലത്. മഴക്കാലം അല്ലെങ്കിൽ പോലും നമ്മൾ അത്യാവശ്യം നല്ല തണുപ്പ് കിട്ടുന്ന സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഒരു നഷ്ടവും വരാതെ അല്ലെങ്കിൽ ഒട്ടും നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് സേഫായിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ് കേട്ടോ ബിഗോണിയ പ്ലാന്റ്സ്. പിന്നെ നമുക്ക് പ്രൊപ്പഗേഷനും വളരെ ഈസിയാണ്. നമുക്ക് ലീഫ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ നിന്ന് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ വെറുതെ മണ്ണിലോ എന്തെങ്കിലും ഒരു പൊട്ടി മിക്സിൽ നമ്മൾ ജസ്റ്റ് കുത്തി കൊടുത്താൽ നമുക്ക് പുതിയ പുതിയ ചെടികൾ അതിനകത്ത് നിന്ന് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം നിറയെ ഇലകളുള്ള ചെടികൾ കൈ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനകത്ത് നിന്ന് മെച്ചൂർഡായിട്ടുള്ള 1-2 ലീഫ് നമ്മുടെ ചെറിയ ചെറിയ പോട്ടി മിക്സുകളിൽ ചെറിയ കപ്പിൽ ഒരുപാട് വലിയ ഹെവി പോട്ടി മിക്സ് അല്ലാതെ ചെറിയ പോട്ടി മിക്സ് മണ്ണായാലും മതി. മണലാണ് ഏറ്റവും ബിഗോണിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് മണലാണ് കേട്ടോ. ചുമ്മാ മണൽ വെച്ചാലും മതി, അല്ലെങ്കിൽ ചകിരിച്ചോറും മണലും മിക്സ് ചെയ്തിട്ടുള്ള ചെറുതായിട്ടുള്ള ഇലകൾ ഇങ്ങനെ കുത്തി കൊടുത്താൽ നമുക്ക് പുതിയ ചെടികൾ ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇൻ കേസ് ഒരു ചെടി പോയാലും നമുക്ക് വേറെ ചെടികൾ എക്സ്ട്രാ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കതേ നോക്കുക, ഇതൊക്കെ നല്ല അടിപൊളി ചെടിയായിട്ട് ബുഷി ചെടിയാണ് കേട്ടോ. നമ്മളിതിപ്പോൾ പുതിയ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ഇതെല്ലാം ഓഫറിലിട്ട് വിറ്റ് തീർക്കുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി പ്ലാന്റാണ് നമ്മൾ കോംബോയ്ക്ക് തന്നെ. നേരിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്നെടുക്കാം. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിലാണ് കേട്ടോ നമ്മുടെ വീടുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല റെയറായിട്ടുള്ള നമ്മളൊരു 350-400 സിംഗിൾ പ്ലാന്റ് വിൽക്കുന്ന ചെടിയാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഈ കോംബോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല റെയറായിട്ടുള്ള വെറൈറ്റിയാണ്. ലീഫ് മെച്ചറായി കഴിയുമ്പോൾ ഈ ഗ്രീനൊക്കെ പോയി ഫുൾ മെറൂൺ കളർ കയറി വരുന്നൊരു പാറ്റേണുള്ള പ്ലാന്റാണ് കേട്ടോ. നമ്മളപ്പം നമുക്ക് കുറച്ച് പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസൊക്കെ വന്നതുകൊണ്ട് തന്നെ പ്ലാന്റ് പ്രോപ്പറായിട്ട് നോക്കാനോ വിൽക്കാനോ ഒന്നും സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മളിത് സത്യത്തിൽ വളരെ ഓഫറിന് ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് നമ്മൾ ഈ റേറ്റിന് വിൽക്കുന്നത്. ഇതൊക്കെ ശരിക്കും നല്ല റേറ്റ്, നല്ല റെയറിനായിട്ട് നല്ല റേറ്റ് നമ്മൾ വിറ്റുകൊണ്ടിരുന്ന പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 12 വെറൈറ്റി ബിഗോണിയ പ്ലാന്റ്സിനും കൂടി 1000 പ്ലസ് കൊറിയർ ചാർജാണ്. ബിഗോണിയ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. പാക്കിങ് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കറിയാം, ബിഗോണിയുടെ സ്ഥിരമായിട്ടുള്ള വളർത്തുന്ന ആളുകൾക്കറിയാം, ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് കുഴപ്പമില്ല. ചിലപ്പോൾ നമ്മളിത് കൈ കിട്ടുമ്പോൾ നമ്മൾ ഇലയൊക്കെ ഒന്നിങ്ങനെ വാടിയിട്ടുണ്ടാവും. അത് നിങ്ങൾക്കറിയാം. ചെടിയെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം. ഇത് അങ്ങനെയാണ്, കൈ കിട്ടുമ്പോൾ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് ലീഫ് ഇങ്ങനെ അഗ്ലോണിമ പോലെയൊന്നും നിൽക്കില്ല. ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് ക്ഷീണിച്ച് നിൽക്കും. നമ്മൾ നല്ല പോട്ടി മിക്സിൽ നട്ട് വെച്ച് തണലത്ത് വെക്കുകയാണെങ്കിൽ 2 ദിവസം കൊണ്ട് അത് ഇതുപോലെ തന്നെ മിടുക്കരായിട്ട് വരുമെന്നറിയാം. അപ്പോൾ യാതൊരു ടെൻഷനും ഇല്ലാതെ അത് ഡാമേജ് ആണെന്നൊന്നും ഒരു കംപ്ലയിൻറ്റോ ഇതൊന്നും നമ്മളോട് പറയാനൊക്കില്ല. കാരണം നമ്മൾ ബിഗോണിയയുടെ ഇത് കസ്റ്റമറുടെയും കൂടി ഒരു താല്പര്യത്തിൽ മാത്രമേ നമ്മൾ കൊറിയർ ചെയ്യുള്ളൂ കേട്ടോ. കാരണം ഉറപ്പായിട്ട് നമുക്കറിയാം, എത്ര നന്നായിട്ട് കെയർഫുള്ളായിട്ട് അയച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ അല്ല, നമുക്ക് ചെറിയൊരു ലീഫിനൊരു ചിലപ്പോൾ കേട്ടോ, ഇത് ഉറപ്പുള്ള കേസല്ല. ഇപ്പോൾ ക്ലൈമറ്റൊക്കെ തണുത്തായതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നും വരില്ല. ഇല ഇങ്ങനെ ഒന്ന് വാടിയ പോലെ ആകും. പക്ഷെ നമ്മളത് നട്ട് ഒറ്റ ദിവസം കൊണ്ട് തണലത്ത് വയ്ക്കുമ്പോൾ നിവർന്ന് നിൽക്കും. ഇത് ഞാനെന്നല്ല, ആരയച്ചിട്ടുണ്ടെങ്കിലും ബിഗോണി എന്ന പ്ലാന്റ് അങ്ങനെ വരുള്ളൂ. അപ്പോൾ അത് ആ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് അറിയാവുന്നവർ മാത്രം ഈ പ്ലാന്റ് വാങ്ങുക. കിട്ടിക്കഴിയുമ്പോൾ അയ്യോ നിങ്ങൾ അയച്ചത് പൊട്ട പ്ലാന്റായിരുന്നു, വാടിപ്പോയ പ്ലാന്റ്, അങ്ങനെയൊന്നും പറയരുത്. അങ്ങനെയൊന്നും ഡൗട്ടുള്ളവർ ദയവേത് വാങ്ങാതിരിക്കുക. ഈ പ്ലാന്റിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നവരും ഇത് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ളവരും 100% ഇത് ഹെൽത്തി ആയിട്ട് പിടിച്ച് കിട്ടുന്ന മനസ്സിന് സമാധാനമുള്ളവർ മാത്രം ഇത് വാങ്ങുക കേട്ടോ. കാരണം ഇതൊന്നും അറിയാതെ ഓടിപ്പോയി ഓഫർ കണ്ടുകൊണ്ട് വാങ്ങിയിട്ട് കൈ കിട്ടുമ്പോൾ വാടിയ പ്ലാന്റ് തന്നു എന്നൊന്നും പറയരുത്. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ റീഫണ്ടോ വേറെ പ്ലാന്റ് തരാനോ ഒന്നും നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ബിഗോണിയെക്കുറിച്ച് അറിയാവുന്നവർ ഇത് അത്യാവശ്യം നല്ല റെയറായിട്ടുള്ള കോംബോ തന്നെയാണ്. 12 വെറൈറ്റിക്ക് 1000 രൂപയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവണമെന്നറിയാം. അപ്പോൾ നന്നായിട്ട് ബിഗോണിയ പ്ലാന്റ്സിനെ പരിചരിച്ച് രക്ഷപ്പെടുത്താം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നിവർന്ന് നിൽക്കും. 2 ദിവസം കഴിയുമ്പോൾ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ എന്ന് ഉറപ്പുള്ളവർ മാത്രം
കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ ടാറ്റാ.